السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നാം വിശദീകരിച്ചിരുന്നത് രോഗം ഒരു പരീക്ഷണമാണെന്നും ആ പരീക്ഷണം വിശ്വാസികൾക്ക് കൂടുതൽ നേരിടേണ്ടി വരുമെന്നും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരെ അള്ളാഹു കൂടുതൽ പരീക്ഷിക്കുമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ആ പരീക്ഷണങ്ങളിലൊക്കെ ക്ഷമിക്കുകയും അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ വളരെ അധികം പ്രതിഫലം ലഭിക്കുമെന്നുമുള്ള ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. എന്നാൽ പരീക്ഷണം അതിന് പ്രതിഫലമുണ്ട് എന്നുള്ളതോടൊപ്പം തന്നെ ആരോഗ്യത്തോടുകൂടി ജീവിക്കാനും ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അൽ മുഅ്മിനുൽ ഖവി, ശക്തവാനായ വിശ്വാസി ദുർബലനായ വിശ്വാസിയേക്കാൾ ഉത്തമമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് ഈമാനികമായ ശക്തിയും ശാരീരികമായ ശക്തിയൊക്കെ അതിൽ പെടും. അതിന് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞത്, ശാരീരികമായ നല്ല ആരോഗ്യമുള്ള വിശ്വാസി, ശക്തനായ വിശ്വാസി, അവൻ ഖൈറാണ്, അവൻ ഉത്തമനാണ്. അപ്പൊ ആഫിയത്ത് ഉണ്ടാകുക എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹ് അല്ലിംനി ശൈഅൻ അദ്ഉ ബിഹി, എനിക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു തരണം, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരണം, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് എന്ന് പഠിപ്പിച്ചു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത് സലില്ലാഹ അൽ അഫ്വ വൽ ആഫിയ എന്നാണ്. ഈ അള്ളാഹുവിനോട് അഫുവും ആഫിയത്തും ചോദിച്ചുകൊള്ളുക. അഫുവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പാക്കലാണ്, പൊറുക്കലിനെ തേടുക, പശ്ചാത്താപം സ്വീകരിക്കാനും പുറത്തുതരാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്നതാണ് അഫുവ്. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ സൗഖ്യം, ആരോഗ്യം എന്നൊക്കെ പറയാം. അതുണ്ടാകാൻ വേണ്ടി അള്ളാഹുവിനോട് എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് അദ്ദേഹം പറയണ. അബ്ബാസ് റളിയല്ലാഹു അൻഹു സുമ്മ അതൈതുഹു മറത്തൻ ഉഖറ, ഞാൻ മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്നു, എന്നിട്ടും ഇതേ ചോദ്യം ചോദിച്ചു, പ്രവാചകരെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു കാര്യം പറഞ്ഞു തരണം. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബ്ബാസ് യാ അമ്മ റസൂലില്ലാഹ്, യാ അമ്മ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യ അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് പേര് വിളിച്ചിട്ട് തന്നെ പറയാണ്, സലില്ലാഹ അൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും സൗഖ്യമുണ്ടാകുക, അതാണ് ചോദിക്കേണ്ടത്, അതാണ് ഏറ്റവും വലിയ ഖൈർ. അപ്പൊ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുക. കാരണം ആരോഗ്യം ഉണ്ടെങ്കിൽ ഇബാദത്തുകൾ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. അതേപോലെ സലമത്ത് ബിൻ ഉബൈദില്ലാഹ് എന്ന് പറയുന്ന അൻസാരി, അദ്ദേഹം പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട്, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സർബിഹി, ആരെങ്കിലും തന്റെ താമസ സ്ഥലത്ത് അല്ലെങ്കിൽ തന്റെ ജീവിതത്തില്, തന്റെ ചുറ്റുപാടിൽ, വീട്ടില്, കുടുംബത്തില്, സമ്പത്തില്, ഇതിലൊക്കെ നിർഭയത്വം കണ്ടെത്തി, അത് സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു വീട്, അതേപോലെ മുആഫൻ ഫീ ജസദിഹി, ശരീരത്തിൽ ആരോഗ്യത്തോടു കൂടിയുള്ള ഒരവസ്ഥ, രോഗങ്ങളൊന്നും ഇല്ലാത്ത ഒരു നല്ല അവസ്ഥ ഉണ്ടാകുക, ഇൻദഹു ഖൂതു യൗമി, അന്ന് കഴിക്കാനുള്ള ഭക്ഷണം അവന്റെ അടുത്തുണ്ടെങ്കിൽ ഫകഅന്നമാ ഹീസത്ത് ലഹു ദുനിയ, ദുനിയാവ് മുഴുവൻ അവന് കിട്ടിയതുപോലെയാണ്. അത്ര മതി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അവന് കയറി താമസിക്കാൻ ഒരു വീട്, ആരോഗ്യത്തോടെയുള്ള ശരീരം, അന്ന് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടെങ്കിൽ അവന് ദുനിയാവ് മുഴുവൻ കിട്ടി. അത് ദുനിയാവിൽ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ന്. അതേപോലെ മറ്റൊരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ മിൻ ദഅവത്തിൻ യദ്ഉ ബിഹാ അൽ അബ്ദു
ഒരു അടിമ പ്രാർത്ഥിക്കുന്ന ഏതൊരു പ്രാർത്ഥനയുണ്ടോ ആ പ്രാർത്ഥനയിൽ പെടുന്നില്ല അഫ്ളല മിൻ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ മുആഫാത ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ മുആഫാത്ത്, അല്ലാഹുവേ എനിക്ക് രക്ഷ നൽകണേ, ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും എന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ല ഒരു പ്രാർത്ഥന മറ്റൊന്നുമില്ല. നമ്മൾ സാധാരണ പറയലുണ്ട് റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബൻ. അത് എല്ലാ പ്രാർത്ഥനകളും അതിൽ അടങ്ങിയിട്ടുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും നല്ലത് തരണേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ, ഇതാണ് ആ പ്രാർത്ഥന. അപ്പൊ അത് എല്ലാം അതിലടങ്ങിയിട്ടുണ്ട്. അതുപോലെ മാലിക്കുൽ അസ്ജാഇ റളിയല്ലാഹു അൻഹു പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിമായ ആളുകളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാല് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയും, ഇങ്ങനെ പറയാം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കും. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഹ്ദിനി വർസുഖ്നി. ഇമാം മുസ്ലിം ധരിക്കുന്ന ഹദീസാണ്. പറഞ്ഞ എല്ലാവരോടും എന്നല്ല, മുസ്ലിമായ ആളുകളോട് അങ്ങനെ പറഞ്ഞതായിട്ട് മാലിക് അൽ അസ്ജാഇ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർലി, ആഹു എനിക്ക് പുറത്തു തരണേ റബ്ബേ, വർഹംനി എന്നോട് റഹ്മത്ത് ചെയ്യണേ, വഹ്ദിനി എന്നെ നീ നേർമാർഗത്തിലാക്കണേ, നേർമാർഗത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ, വർസുഖ്നി എനിക്ക് നീ ഉപജീവനം നൽകണേ. ഈ 4 കാര്യങ്ങൾ ചോദിക്കാൻ പറയുമായിരുന്നു, പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുമായിരുന്നു എന്ന്. അതേപോലെ റിഫാഅത്ത് ബിൻ റാഫി റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഒരു ഹദീസില് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത് ഖലീഫയായിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം മിമ്പറയിൽ കയറിയിട്ട് കരയാൻ തുടങ്ങി. അത് പിന്നെ റസൂലുള്ളാഹി അത് 1ാമത്തെ വർഷമാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ആദ്യത്തെ വർഷമാണ്. മിമ്പറയിൽ കയറി അദ്ദേഹം കരയാൻ തുടങ്ങി. സുമ്മ ബക, എന്നിട്ട് അദ്ദേഹം വീണ്ടും കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റക്ക് ശേഷം 1ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറി ഇങ്ങനെ കരഞ്ഞിട്ട് പറഞ്ഞു സല്ലല്ലാഹു അൽ അഫ്വ വൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് മാപ്പ് അപേക്ഷിക്കുകയും ആഫിയത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു. ഫഇന്ന അഹദൻ ലം യുഅത ബഅദൽ യഖീൻ, ഒരാൾ മുഅ്മിനായ ശേഷം, വിശ്വാസം ഉൾക്കൊണ്ട ശേഷം, അതിൽ ഉറച്ചു നിന്ന ശേഷം അവന് നൽകപ്പെടുന്ന ഒരു കാര്യവുമില്ല ഖൈറം മിനൽ ആഫിയ, ആഫിയത്തിനേക്കാൾ നല്ല വേറൊരു കാര്യമല്ല. ഒരാള് 1ാമത്തെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? മുസ്ലിമാകുക എന്നുള്ള, മുഅ്മിനാകുക, ഒരു നല്ല വിശ്വാസിയാകുക. ആ വിശ്വാസമായി കഴിഞ്ഞാൽ പിന്നീട് അവന് ഏറ്റവും കിട്ടുന്ന ഭാഗ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് അവന് ആഫിയത്തുണ്ടാകുക എന്നുള്ളത്. അവർ മൂമിൻ എപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ അഫ്വ വൽ ആഫിയ. ചെറിയ പ്രാർത്ഥനയാണ്, പക്ഷെ അതിൽ ഒരുപാട് ആശയമുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ അഫ്വ വൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ. ഇത് വലിയ അർത്ഥവത്തായ പ്രാർത്ഥനയാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് കൈഫ അഖൂലു ഹീന അസ്അലു റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? അപ്പോഴും നബി പഠിപ്പിച്ചു കൊടുത്തു, ഖുൽ, നീ പറയൂ, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി. ഈ 4 കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹം പോകുന്ന സന്ദർഭത്തിൽ ഇത് വിരലിൽ ഇങ്ങനെ എണ്ണിക്കൊണ്ട് പോയി. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി, 4 കാര്യങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷെ വലിയ പെരുവിരല് മാത്രം അദ്ദേഹം എണ്ണാനില്ല, കാരണം 4 കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങള് അദ്ദേഹം ഇങ്ങനെ എണ്ണിക്കൊണ്ട് പോകുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ഹൗലാഇ തജ്മഉ ലക ദുനിയാക വ ആഖിറതക, ഇത് നിന്റെ ദുനിയാവും നിന്റെ ആഖിറത്തും നിനക്ക് എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് കൂട്ടി തരുന്നുണ്ട്, എല്ലാം നിനക്ക് ശേഖരിച്ചു തരുന്നുണ്ട് എന്ന് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. അപ്പൊ ചുരുക്കി പറഞ്ഞാല് എപ്പോഴും നമ്മൾ ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഇനി ഒരാള് വല്ലാതെ പരീക്ഷണങ്ങളെ കൊണ്ട്, രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഒരാളെ നമ്മൾ കണ്ടു, എന്നാൽ ആ കാണുന്ന സന്ദർഭത്തിലും നമ്മൾ അള്ളാഹുവിനെ എന്ത് ചെയ്യണം, നന്ദി കാണിക്കണം. അള്ളാഹുവിനോട് അത്തരം അസുഖങ്ങളും രോഗങ്ങളും നമുക്ക് വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും വേണമെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൻ റഅ മുബ്തലൻ, ഒരു പരീക്ഷിക്കപ്പെടുന്ന ഒരാൾ കണ്ടാൽ അദ്ദേഹം പറയാണ്, എന്നിട്ട് അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മബ്തലാക ബി,
നിങ്ങളെ പരീക്ഷിക്കപ്പെട്ട ആ പരീക്ഷണത്തിൽ നിന്ന് എന്നെ സംരക്ഷിച്ച, എന്നെ രക്ഷപ്പെടുത്തിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അള്ളാഹു അവന്റെ പടപ്പുകളിൽ നിന്ന്, ധാരാളം പടപ്പുകളിൽ നിന്ന് എന്നെ മഹത്വപ്പെടുത്തി, ഒരുപാട് ശ്രേഷ്ഠപ്പെടുത്തി എന്ന് പ്രാർത്ഥിച്ചാൽ ലം യുസിബുഹു ദാലിക്കൽ ബല, ആ പരീക്ഷണം അയാളെ ബാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് അയാളെ രോഗിയെ കേൾപ്പിക്കണം എന്നില്ല, കേൾപ്പിക്കാതെ അയാളുടെ മനസ്സ് വേദനിപ്പിക്കാതെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യും, നമുക്ക് ആ രോഗത്തിൽ നിന്ന് നമ്മളെ രക്ഷ നൽകുന്നതാണ്. ഇങ്ങനെ ധാരാളം പ്രാർത്ഥനകൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ രോഗിയാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങളാണ് ഇതൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വതആല ആഫിയത്തോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.